അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിലൂടെയാണ് നാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധ റമളാനിൽ പ്രവേശിക്കുവാനും അതിലെ നോമ്പും മറ്റു പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുവാനും നമുക്ക് അള്ളാഹു അനുഗ്രഹം സിദ്ധിച്ചു. അൽഹംദുലില്ലാ. റമളാൻ വലിയ സന്ദേശമാണ് നൽകുന്നത്. പല സന്ദേശങ്ങളുമുണ്ട്. അതിലൊന്നാമതായി സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നുള്ളതാണ്. അള്ളാഹു തആല കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. അള്ളാഹുവിൻ്റെ വിശേഷനാമങ്ങളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പദം, തൻ്റെ അടിമകൾ ഏറെ ഓർക്കണം എന്നാഗ്രഹിച്ചിട്ടുള്ള പദം റഹ്മാൻ റഹീം എന്നുള്ള പദമാണ്. എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. അളവറ്റ ദയാവരുണം കരുണാവാരിധിയുമായ അള്ളാഹു. തൻസീലും മിനർ റഹ്മാൻ റഹീം എന്നാണ് വിശുദ്ധ ഖുർആൻ. ആ അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ നിർദ്ദേശങ്ങൾ, അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അളവറ്റ ദയാപരിണം കരുണാവാരിധിയുമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ എല്ലാ നിയമങ്ങളിലും കാരുണ്യം കാണുവാൻ സാധിക്കും. ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിത്തറ എന്ന് പരിശോധിച്ച് നോക്കിയാൽ റഹ്മ കാരുണ്യമാണ് എന്ന് കാണുവാൻ സാധിക്കും. എല്ലാ നിയമങ്ങളും അങ്ങനെയാണ്. കാരണം അളവറ്റ ദയാഭരണം കരുണാവാരിധിയുമായ അള്ളാഹു തൻ്റെ അടിമകളോട് ഏറെ കാരുണ്യമുള്ളവനാണ്, ഏറെ ദയാവായ്പുള്ളവനാണ്. ആ സർവശക്തനായ അള്ളാഹു അർ റഹ്മാൻ റഹീം എന്ന് നിരന്തരം തൻ്റെ അടിമകൾ ഓർക്കണമെന്നാഗ്രഹിച്ച്, അള്ളാഹുവിന് റഹ്മാൻ റഹീം അല്ലാതെ വിശേഷനാമങ്ങൾ കവി, ഷദീദ്, ജബ്ബാർ, മുതകബ്ബിർ പോലെയുള്ള ഘനഗംഭീരങ്ങളായ വിശേഷനാമങ്ങളുണ്ട്. പക്ഷേ അതൊന്നും തൻ്റെ അടിമകൾ നിരന്തരം ഓർക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത പദം അർ റഹ്മാൻ റഹീം, അളവറ്റ കാരുണ്യവാനാണ്, കരുണാനിധി ആണ് എന്നുള്ളതാണ്. ആ സർവശക്തനായ അള്ളാഹു അന്ത്യപ്രവാചകനായി നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. താങ്കളെ നാം ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന്. ആ കാരുണ്യവാനായ അള്ളാഹു അയച്ച കാരുണ്യമൂർത്തിയായ പ്രവാചക പുങ്കവർ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞത് ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, വാനലോകത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്നാണ്. അങ്ങനെയാണ് പഠിപ്പിച്ചത്. കാരുണ്യമില്ലാതെ ഒരു 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 രീതിയും ഒരു സംവിധാനവും ഇസ്ലാമിലില്ല. ഈ കാലഘട്ടത്തിലേറെ പ്രസക്തമാണ്. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, ഭൂമിയിൽ കരുണക്കാണ് പഞ്ഞം എന്ന് നാം കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് കാരുണ്യമില്ലാത്ത അവസ്ഥ. മക്കൾ മാതാപിതാക്കളെ വധിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാരുണ്യരഹിതമായ ഒരു സാമൂഹിക ചുറ്റുപാടാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവിടെയാണ് ഖുർആനിൻ്റെയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആഹ്വാനം കാരുണ്യത്തോടു കൂടി ജീവിക്കൂ. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടിമകളാകണം. അള്ളാഹുവിൻ്റെ തൃപ്തി നേടണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭ്യമാകണമെങ്കിൽ കാരുണ്യപൂർണമായൊരു ജീവിതം ഉണ്ടാകണം എന്ന്. ഈ പരിശുദ്ധ റമദാനിലൂടെ ഒന്നാമത്തെ സന്ദേശം നമുക്ക് ലഭിക്കുന്നത് ഒരു കാരുണ്യപൂർണമായൊരു ജീവിതം നയിക്കുവാനാണ്, കാരുണ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനാണ്. അങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുജന്മാരൊക്കെ പഠിപ്പിച്ചത്. ഒരിക്കൽ ഒരു വേളയിൽ, ഒരു യാത്രാവേളയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രംഗം തൻ്റെ അനുചരന്മാർക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഒരു മാതാവിന് തൻ്റെ ചെറിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട മാതാവ് കുഞ്ഞിനെങ്ങനെ അന്വേഷിച്ച് നടക്കുക, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ആ കുഞ്ഞിനെ കണ്ടുമുട്ടിയ മാതാവ് ആ കുഞ്ഞിനെ സ്നേഹത്തോടു കൂടി വാരിപ്പുണർന്ന് മാറോട് അണച്ചു പിടിച്ചു. ഈ രംഗം മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അനുജന്മാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, നോക്കൂ ഈ മാതാവിന് ആ കുഞ്ഞിനോട് എത്രമാത്രം സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഉണ്ടോ, അതിനേക്കാൾ സർവാധിനാഥനായ അള്ളാഹുവിന് തൻ്റെ അടിമകളോട് സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഉണ്ട് എന്ന്. അതുകൊണ്ട് നമ്മുടെ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് നാം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നവരാണ് എന്ന് നാം പറയുന്നുവെങ്കിൽ തീർച്ചയായും നാം എന്ത് വേണം? ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ആ കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാകണം. പരിശുദ്ധ റമദാനിൽ അതുകൊണ്ടാണ് നിരന്തരമായ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. സർവശക്തനായ അള്ളാഹു അങ്ങനെ കാരുണ്യമുള്ള ഒരു മനസ്സ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. A warm welcome to all of you to a vibrant community of learners. It's our IET Higher Secondary School, a place of academic excellence. Learning doesn't stop in the classroom. Students can explore their passion and interest through diverse activities, innovative learning methods, value-based education, special training in co-curricular activities, and much more. We provide the key to unlock your potential.